ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാണുന്ന സാധനത്തിനെ കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇതെന്താടാ ഇവൻ ഇങ്ങനെ ഒരു വേപ്പറൈസറും കൊണ്ട് വന്നിട്ട് പറയുന്നതെന്ന്. ഇത് നിസ്സാരക്കാരനല്ല, ഇച്ചിരി ഡേഞ്ചറായിട്ടുള്ള ആൾ തന്നെയാണ്. നമ്മൾ ഇങ്ങനെയുള്ള വേപ്പറൈസർ ഉപയോഗിക്കുന്നത് നമ്മൾ പനിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആവി പിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വേപ്പറൈസർ യൂസ് ചെയ്യുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലങ്ങളിലും കുടങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ വെള്ളം ചൂടാക്കി അതിൻ്റെ അകത്ത് പനിക്കൂർക്ക തുളസിയിലൊക്കെ ഇട്ടായിരുന്നു നമ്മൾ ആവി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ പുതിയ ഇതേപോലുള്ള ചെറിയ മെഷീനുകൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ ഇവൻ സാധാരണപ്പെട്ട ആളല്ല. ഇവൻ്റെ ഈ വേപ്പറൈസർ എത്രത്തോളം കറണ്ട് എടുക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയുന്നത്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ വേപ്പറൈസർ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ കറണ്ട് ബില്ലിൻ്റെ അതിലും വേരിയേഷൻ വന്നപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കൊരു ഡൗട്ട് വന്നു. അങ്ങനെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് വന്നപ്പോഴാണ് ഇവനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചത്. അങ്ങനെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ചെക്ക് ചെയ്തപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. നല്ല രീതിയിൽ തന്നെ കറണ്ട് ചിലവാകുന്നതിൻ്റെ മെയിൻ കാരണം ഇവൻ തന്നെയാണ്. ഇവിടെയുള്ള വീട്ടുകാരെല്ലാവരും ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് ഒരാൾ മാത്രമല്ല ഇവിടെ ഉള്ളത്, ഇതേപോലെ വേറൊരാളും കൂടെ വേപ്പറൈസർ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചോണം എത്രമാത്രം ഇത് ഉപയോഗമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവൻ എത്രത്തോളം കറണ്ട് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഡൗട്ട് വന്നപ്പോഴാണ് ഞാൻ ഇതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ ഇത് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നത്. അപ്പം നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നതെല്ലാം നമ്മുടെ വൈദ്യുതി ചെലവിനെ കൂട്ടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. അതിൻ്റെ ഫോർ എക്സാമ്പിളാണ് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ കാണുന്ന വേപ്പറൈസർ നമ്മൾ എടുത്തൊന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ എത്രത്തോളം ആംബിയർ നമുക്ക് ഇതിൻ്റെ അകത്ത് ആവുന്നുണ്ട്, അതേപോലെ എത്ര വാട്ട്സ് ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടിയ കാര്യം പറഞ്ഞത്. അത് നിങ്ങളുടെ മുമ്പിലോട്ടും കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് മീക്കോയുടെ പവർ ഗാർഡ് എന്ന് പറഞ്ഞ ഒരു സോക്കറ്റ് ടെസ്റ്ററാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് വാട്ട്സ്, ആംബിയർ, അതോടെ കിലോ വാട്ട്, എത്ര യൂണിറ്റ് കറണ്ട് എന്നിവയൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തേക്കുന്നത്. ഇതുകൊണ്ട് ഇതേപോലെ സോക്കറ്റിൻ്റെ അകത്ത് കണക്ട് ചെയ്തിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ അത് ഓൺ ആവും. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് വാട്ട്സ് നോക്കാം. അതേപോലെ കണ്ടില്ലേ, വാട്ട്സ് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ അതേപോലെ എത്രത്തോളം എത്ര വോൾട്ട് വരുന്നുണ്ടെന്ന് നമുക്ക് പറയാം. 225 വോൾട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ എത്രത്തോളം മില്ലി ആമ്പർ കറണ്ട് ചിലവാകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഇതാണ്ടേ എനർജി കിലോ വാട്ട് ഹവർ നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഫ്രീക്വൻസി കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോക്കറ്റ് ടെസ്റ്റർ നമ്മൾ എടുത്തേക്കുന്നത്. ഇപ്പം മീക്കോടെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്ന ഇവൻ്റെ ഈ വേപ്പറൈസറിനെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. എത്രത്തോളം കറണ്ട് നമുക്ക് യൂസേജ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമുക്ക് മീറ്ററിൻ്റെ അകത്ത് ഒന്ന് ചെക്ക് ചെയ്യണം കറക്റ്റാണോ ഈ കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം എത്രത്തോളം നമുക്ക് വൈദ്യുതി ചിലവ് വരുത്തുന്നുണ്ട്, എത്രമാത്രം വാട്ട്സ് ഇതിന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുന്നത്, ഇവിടെ 2 മെഷീനുകളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് കറണ്ട് ബില്ലിൻ്റെ ഒരു വേരിയേഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. ചെക്ക് ചെയ്തപ്പോഴാണ് ഞെട്ടിയ കഥ പറഞ്ഞത്. അത് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന പലതും നമ്മുടെ വൈദ്യുതി ഉപയോഗം കൂട്ടിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. നമ്മൾ പഴയ കാലത്ത് ചെയ്തിരുന്ന കാര്യങ്ങളെയും കാട്ടി കാലത്തിനൊപ്പം കോലവും മാറുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇതേപോലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ആവി വരുന്നു, പെട്ടെന്ന് തന്നെ നമുക്ക് ആവി പിടിക്കാം എന്നുള്ളതെല്ലാമാണ്. പക്ഷേ അംഗസംഖ്യ കൂടുന്നതിനനുസരിച്ച് ഒരു വീട്ടിൻ്റെ അകത്ത് ഇതേപോലെ പനിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അത്രമാത്രം നമുക്ക് ഉപയോഗവും കൂടും. അതിനനുസരിച്ചാണ് കറണ്ടിൻ്റെ ഒരു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അപ്പോൾ ഞാനും ആദ്യം വിചാരിച്ച ഒരു നിസ്സാര കാര്യമായിരിക്കും എന്നായിരുന്നു കരുതിയത്. പക്ഷേ ചെക്ക് ചെയ്ത് വന്നപ്പോഴാണ് ഈ വേപ്പറൈസർ ഇത്രത്തോളം ഡേഞ്ചറാണ്, എത്രത്തോളം അപകടകാരിയാണ് എന്ന് എനിക്ക് മനസ്സിലായത്. അപകടകാരി എന്ന് ഉദ്ദേശിച്ചത് ഇതുകൊണ്ടുള്ള ഉപയോഗം നമ്മുടെ KCB വഴിയിട്ടുള്ള നഷ്ടത്തിനെക്കുറിച്ചാണ് അപകടകാരി എന്ന് പറഞ്ഞത്. അല്ലാതെ ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ആവി പിടിക്കാനും കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഈ വേപ്പറൈസർ ഗുണം ചെയ്യുന്നതാണ്. പക്ഷേ അതേപോലെ കറണ്ടും തിന്നുന്ന ഒരു ഉപകരണം കൂടിയാണ് ഇത് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്തായാലും വിശദമായിട്ട് നമുക്ക് നോക്കാം. വെള്ളമൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടല്ലേ, വെള്ളമൊക്കെ ഒരു 3/4% നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് ഇനി എന്തായാലും നമുക്കിതൊന്ന് ഓണാക്കി ഒന്ന് പ്രവർത്തിച്ച് നോക്കാം ഇതെങ്ങനെ ഉണ്ട് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇനി ഒന്ന് ഓൺ ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം അപ്പോൾ എത്രമാത്രം വാട്ട്സ് ഇവിടെ ചിലവാകുന്നുണ്ടോ എന്ന്. ഇപ്പം 0 ആണ്. 914 882 863 വാട്ട്സോളം 860 വാട്ട്സോളമാണ് ഇവിടെ ചിലവായിക്കൊണ്ടിരിക്കുന്നത്. അതാണ്ട് ചൂടാവാൻ തുടങ്ങി. നല്ല രീതിയിൽ തന്നെ ആവിയും വരുന്നുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ ആവിയും വരുന്നുണ്ട്. അപ്പം
നമുക്ക് ആദ്യമേ സ്റ്റാർട്ടിങ് തന്നെ 800 സംതിങ് ആണ് വന്നത്. ഇപ്പോൾ 725 വാട്ട്സോളം നമുക്ക് ഇവിടെ ചിലവാകുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ 734 723 അങ്ങനെയാണ് പോകുന്നത്. ഹീറ്റ് ആവുന്നതിനനുസരിച്ചാണ് വേരിയേഷൻ വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക എത്രമാത്രം വാട്ട്സ് ഇത് ചിലവാക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മളൊരു 1 HP ഒരു പമ്പിൻ്റെ വാട്ട്സ് എന്ന് പറഞ്ഞാൽ 746 746 അല്ലെങ്കിൽ 750 വാട്ട്സാണ് ഒരു 1 HP മോട്ടർ. നമ്മൾ വീടുകളിൽ വെള്ളം അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു 1 HP പമ്പ് എടുക്കുന്നത് 700 സംതിങ് ആണ്, 746 സംതിങ്ങേ വരുന്നുള്ളൂ, വാട്ട്സേ വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമ്മുടെ സ്റ്റാർട്ടിങ് തന്നെ 800 900 ഒക്കെയാണ് വരുന്നത്. ഇപ്പോൾ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ 768 വാട്ട്സിനകത്താണ് ഇതിങ്ങനെ വേരിയേഷനായിട്ട് വന്നേക്കുന്നത്. അത് വെള്ളത്തിൻ്റെ ഘടകങ്ങൾക്കനുസരിച്ചിട്ടാണ് ആ ഹീറ്റിങ്ങിൻ്റെ അതിൽ വേരിയേഷൻ വരുന്നത്. അപ്പോൾ എത്രത്തോളം ഇത് കറണ്ട് ചിലവാകുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇതേപോലെ ഒരു മെഷീന് വരാൻ വേണ്ടി 2 വേപ്പറൈസറുകൾ ഒരുപോലെ വർക്കായി കഴിഞ്ഞാൽ എന്തുമായിരിക്കും സ്ഥിതി? അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ നമുക്ക് കറണ്ട് ചിലവാക്കാൻ പെടുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് നമ്മുടെ വേപ്പറൈസർ. നിസ്സാരമായി കരുതിയിരുന്നതായിരുന്നു, പക്ഷേ ഇത്രത്തോളം കറണ്ട് ചിലവാക്കുമെന്ന് വിചാരിച്ചില്ല. ഒരു ജെറ്റ് പമ്പിൻ്റെ അതേ പവറാണ്, അതേ കറണ്ട് കൺസപ്ഷനാണ് ഇവിടെ നമുക്ക് വരുന്നത്. നമുക്ക് അതുപോലെ എത്രത്തോളം ആംബിയർ എടുക്കുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ ലൈൻ വോൾട്ട് 220 നമുക്ക് വരുന്നുണ്ട്. അതേപോലെ നമ്മൾ ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആംബിയർ വരുന്നത് 3.51 ആണ്. അത് ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ടും വരുന്നുണ്ട്. 3.5 ആംബിയറാണ് നമുക്കിവിടെ ചിലവാകുന്നത് എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ നമുക്ക് KCB മീറ്ററിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ ഓണായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇതിപ്പം വർക്കിംഗ് കണ്ടീഷനിലാണ്. ഈ കണ്ടീഷനിൽ തന്നെ നമുക്ക് KCB മീറ്ററും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. എത്ര ആംബിയർ നമുക്ക് അവിടെ ചിലവാകുന്നുണ്ട്, അതേപോലെ എത്ര വാട്ട്സ് അവിടെ ചിലവാകുന്നുണ്ട് എന്ന് നമുക്ക് അതും കൂടെ ഒന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഓടി വരാം. നല്ലപോലെ കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു, അത് ബ്ലറായിക്കൊണ്ടിരിക്കുന്ന ക്യാമറ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പൾസ് മിന്നിയും കത്തിയും അത് ഓണും ഓഫും നല്ല രീതിയിൽ തന്നെ ബ്ലിങ്ക് ചെയ്യുന്ന കണ്ടില്ലേ? അതായത് അത്രത്തോളം ലോഡ് താങ്ങുന്നുണ്ട്, അത്രത്തോളം ലോഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ് ആ ബ്ലിങ്കിങ്ങിൻ്റെ അത് ഇമ്പൾസ് കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലൈൻ വോൾട്ട് കിട്ടുന്നത് 224 224 വോൾട്ടാണ് നമുക്ക് ലൈനിൽ നിന്ന് നമുക്ക് KCB തന്നുകൊണ്ടിരിക്കുന്നത്. 224 നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് 3.16 ആണ്, 3.16 ആംബിയറാണ് നമുക്കിവിടെ ചിലവാകുന്നത്. നമ്മൾ നേരത്തെ മറ്റേ മീറ്ററിൽ കണ്ടതിൻ്റെ കൂട്ട് തന്നെ 3.15 കിട്ടിയതിൻ്റെ കൂട്ട് തന്നെ ഇവിടെയും കറക്റ്റായിട്ടാണ് കാണിക്കുന്നത്. 3.115 ആണ് നമുക്ക് ഇവിടെ ആംബിയറും ഫേസ് ആംബിയറും ന്യൂട്രൽ ആംബിയർ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കാണിക്കുന്നത്, ആംബിയർ കാണിക്കുന്നത്. അതേപോലെ തന്നെയാണ് PF 99 തന്നെ, അത് പെർഫെക്റ്റ് ആണ്, അതും PF ഓക്കെ ആണ്. അപ്പം ഇത്രത്തോളം കറണ്ടാണ് നമുക്ക്. അപ്പോൾ നമ്മൾ മീറ്ററിൽ ചെക്ക് ചെയ്തപ്പോഴും KCB മീറ്ററിൽ ചെക്ക് ചെയ്തപ്പോഴും ഒരേപോലെയാണ് കാണിക്കുന്നത്. കണ്ടില്ലേ? 692 വാട്ട്സാണ് ഇപ്പം നമുക്ക് KCB 688 KCB മീറ്ററിൽ 690 വാട്ട്സോളം നമുക്കിപ്പം കാണിക്കുന്നുണ്ട് KCB തന്നെ. ഇത്രത്തോളം എനർജിയാണ് നമുക്കിവിടെ, ഇത്രത്തോളം വാട്ട്സാണ് നമുക്കിവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. 624 സംതിങ് ആണ് വരുന്നത്. ഇപ്പോഴും ഇത് വർക്കിംഗ് കണ്ടീഷനിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മളിതുപോലെ കൺസപ്ഷൻ തീർന്നു പോകുന്ന ഇതേപോലെയാണ്. നമ്മൾ നിസ്സാരമായിട്ട് കരുതിയ സാധനങ്ങളാണ് നമുക്ക് തന്നെ ഇതേപോലെ പണി തരുന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.